ഹലോ, ഇന്ന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു വിഷയത്തെക്കുറിച്ചുള്ള വീഡിയോ ആയിട്ടാണ് നോളജ് ഹട്ട് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഞങ്ങൾ വന്നിരിക്കുന്നത്. നമ്മൾ എല്ലാവരും ഈ ഭൂമിയിൽ നിന്ന് പെട്ടെന്ന് അപ്രത്യക്ഷമാവുന്നതായിട്ടൊന്ന് സങ്കല്പിച്ച് നോക്കൂ. കാരണം എന്തുമായിക്കൊള്ളട്ടെ, മനുഷ്യനില്ലാത്ത ഭൂമി എങ്ങനെയായിരിക്കുമെന്ന് എപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? ഭൂമിയിലും മനുഷ്യനില്ലാതായാൽ എന്തെല്ലാമാണ് സംഭവിക്കാൻ പോവുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഓക്കെ, മനുഷ്യർ അപ്രത്യക്ഷമായി ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോഴേക്കും ലോകമെമ്പാടുമുള്ള ലൈറ്റുകൾ അണയാൻ തുടങ്ങും. മിക്ക പവർ സ്റ്റേഷനുകളും ഫോസിൽ ഫ്യൂവലിൽ പ്രവർത്തിക്കുന്നവയാണ്. ചാർജ് ചെയ്യാൻ ആളില്ലാതെ വരുമ്പോൾ അവയുടെ പ്രവർത്തനം നിലയ്ക്കും. ഊർജ്ജ ഉപഭോഗത്തിൽ പെട്ടെന്നുള്ള ഇടിവ് രേഖപ്പെടുത്തി 48 മണിക്കൂറിന് ശേഷം ആണവ നിലയങ്ങൾ സേഫ്റ്റി മോഡിലേക്ക് മാറും. ലൂബ്രിക്കന്റ് തീരുന്നത് വരെ വിൻഡ് മിൽസ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ലൂബ്രിക്കന്റ് തീരുന്നതോടെ അവയും നിലയ്ക്കും. പൊടിപടലങ്ങൾ അടിഞ്ഞുകൂടി സോളാർ പാനലുകളും ക്രമേണ ഉപയോഗശൂന്യമാകും. ജലവൈദ്യുത നിലയങ്ങൾ വഴി വൈദ്യുതി വിതരണം ചെയ്യുന്ന പ്രദേശങ്ങൾ ഒഴികെ മിക്കവാറും എല്ലാ പ്രദേശങ്ങളിലും വൈദ്യുതി വിച്ഛേദിക്കപ്പെടും. അമേരിക്കയുടെ പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ മീഡ് തടാകങ്ങളിൽ നിന്നുള്ള വാട്ടർ ഫ്ലോ കൊണ്ടാണ് ഹൂവർ ഡാമിലെ ജനറേറ്ററുകൾ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് കുറച്ച് മാസങ്ങളോ അല്ലെങ്കിൽ വർഷങ്ങൾ തന്നെയോ ആരും ശ്രദ്ധിച്ചില്ലെങ്കിലും അവ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. മനുഷ്യൻ അപ്രത്യക്ഷമായി 2-3 ദിവസങ്ങൾക്കകം ലോകത്തിലെ മിക്ക മെട്രോകളും വെള്ളത്തിനടിയിലാകും. കാരണം ഭൂഗർഭജലത്തിൽ നിന്ന് അവയെ സംരക്ഷിക്കുന്ന പമ്പുകൾ ആളുകളില്ലാതെ പ്രവർത്തിക്കില്ല. 8-10 ദിവസം കഴിയുന്നതോടെ വീടുകളിൽ കെട്ടിയിട്ട വളർത്തുമൃഗങ്ങൾ പട്ടിണിയും നിർജ്ജലീകരണവും മൂലം ചാവാൻ തുടങ്ങും. കോടിക്കണക്കിന് കോഴികളും ദശലക്ഷക്കണക്കിന് പശുക്കളും മറ്റു മൃഗങ്ങളും ചത്തുപോകും. പുറത്തു കിടക്കാൻ കഴിയുന്നവയ്ക്ക് അതിജീവനത്തിനായിട്ട് പരസ്പരം ക്രൂരമായിട്ടുള്ള പോരാട്ടം നടത്തേണ്ടി വരും. വന്യജീവികളിലെ ക്രൂരമായ ലോകത്ത് അലങ്കാര പൂച്ചകൾക്കും ഡോഗ് ബ്രീഡുകൾക്കും ഒരു ഇടവും ഉണ്ടാകില്ല. ആദ്യം ചത്തുപോകുന്നത് അവയായിരിക്കും. ബുൾഡോഗ് ബ്രീഡുകളുടെ ചെറിയ കാലുകളും ടെറിയർ ബ്രീഡുകളുടെ ചെറിയ താടിയലുകളും അവയുടെ ജീവനാശത്തിന് കാരണമാകുന്ന പ്രധാന പോരായ്മകളായിട്ട് മാറും. ഏതാനും ആഴ്ചകൾക്ക് ശേഷം ചെറിയ തരം ഡോഗ് ബ്രീഡുകളൊന്നും തന്നെ അവശേഷിച്ചിട്ടുണ്ടാവില്ല. വലിയ നായ്ക്കൾ കൂട്ടമായിട്ട് ചെറിയ ഇനങ്ങളെയും മറ്റു മൃഗങ്ങളെയും വേട്ടയാടും. മനുഷ്യൻ അപ്രത്യക്ഷമായി ഏകദേശം 1 മാസം പിന്നിടുമ്പോഴേക്കും ആണവ നിലയങ്ങളിലെ കൂളിംഗ് വാട്ടർ മുഴുവൻ ബാഷ്പീകരിക്കപ്പെടും. ഇത് ഫുകുഷിമ, ചെർണോബിൽ ദുരന്തങ്ങളെക്കാൾ ശക്തമായ സ്ഫോടന പരമ്പരകളിലേക്ക് നയിക്കും. ദശലക്ഷക്കണക്കിന് മൃഗങ്ങൾ ക്യാൻസർ ബാധിച്ച് മരിക്കും. ഇങ്ങനെയൊക്കെയാണെങ്കിലും റേഡിയോ ആക്റ്റീവ് വികിരണങ്ങൾ മൂലമുണ്ടാകുന്ന മലിനീകരണത്തിൽ നിന്ന് ഭൂമി വേഗത്തിലും എളുപ്പത്തിലും രക്ഷ നേടും. മനുഷ്യൻ അപ്രത്യക്ഷമായി 1 വർഷത്തിന് ശേഷം അപൂർവ നക്ഷത്രങ്ങൾ ആകാശത്ത് നിന്ന് താഴേക്ക് പതിക്കാൻ തുടങ്ങും. നമ്മുടെ ബഹിരാകാശ ചരിത്രത്തില് നിരവധി വസ്തുക്കളെ നമ്മൾ ഭൂമിയുടെ ഭ്രമണപഥത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഏറ്റവും ഉയരത്തിലുള്ള ഉപഗ്രഹങ്ങൾ കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ താഴേക്ക് പതിക്കും. 25 വർഷം കഴിയുമ്പോൾ ഇവിടെ 3/4 ഭാഗവും സസ്യജാലങ്ങളാൽ മൂടപ്പെട്ട് കഴിഞ്ഞിരിക്കും. സസ്യങ്ങൾ ഉള്ളിടത്ത് സസ്യബുക്കുകളായിട്ടുള്ള മൃഗങ്ങളും ഉണ്ടാവും. ഇരയുള്ളിടത്ത് എല്ലായ്പ്പോഴും വേട്ടക്കാരനും ഉണ്ടായിരിക്കുമെന്ന് പറയേണ്ടതില്ലല്ലോ. അതിജീവിക്കുന്ന നായ്ക്കൾ നഗരങ്ങളിൽ വരുന്ന ചെന്നായ്ക്കളുമായിട്ട് ഇണചേരും. നമ്മളില്ലെങ്കിൽ വായു കൂടുതൽ ശുദ്ധമാകും. ഇതുമൂലം നഗരങ്ങളിലെ വിസിബിലിറ്റിയുടെ പരിധി പല മടങ്ങ് വർദ്ധിക്കും. ദുബായ്, ലാസ് വെഗാസ് തുടങ്ങിയ നഗരങ്ങൾ മുഴുവനായിട്ട് മണലിലെ കുഴിച്ചു മൂടപ്പെടും. ഏതാണ്ട് 3000 വർഷം ആകുമ്പോഴേക്കും പെയിന്റ് ചെയ്യാനും തുരുമ്പിക്കൽ പോലുള്ള നാശത്തിൽ നിന്ന് സംരക്ഷിക്കാനും ആളില്ലാത്തത് കൊണ്ട് ഇഫൽ ടവർ, സ്റ്റീൽ ബ്രിഡ്ജുകൾ എന്നിവ പോലുള്ള മെറ്റൽ കൺസ്ട്രക്ഷനുകൾ തകരാർ തുടങ്ങും. കോൺക്രീറ്റിലെ സ്റ്റീൽ കമ്പികൾ അവയുടെ കനത്തിന്റെ 3 ഇരട്ടി വരെ വികസിക്കുകയും ഉയരമുള്ള കെട്ടിടങ്ങളിൽ നിലംപതിക്കുകയും ചെയ്യും. അമേരിക്ക കൈവശപ്പെടുത്തിയിരിക്കുന്ന വിശാലമായിട്ടുള്ള ചതുപ്പുകൾ വീണ്ടും പ്രത്യക്ഷപ്പെടുകയും 100 കണക്കിന് പക്ഷിമൃഗാദികൾ അവയുടെ ആവാസ വ്യവസ്ഥയിലേക്ക് തിരികെ മടങ്ങുകയും ചെയ്യും. വലിയ സമുദ്രജീവികളും മനുഷ്യരെ കാണാത്തതിൽ വളരെയധികം സന്തോഷിക്കും. മനുഷ്യരുടെ അഭാവത്തിൽ തിമിംഗലങ്ങൾ സമുദ്രത്തിന്റെ ശേഷിയുടെ പരമാവധി എണ്ണം പെറ്റുപെരുകി വൻതോതിൽ വർദ്ധിക്കും. മനുഷ്യൻ അപ്രത്യക്ഷനായി 500 വർഷത്തിന് ശേഷം ആധുനിക നഗരങ്ങൾ ഇങ്ങനെയായിരിക്കും കാണപ്പെടുന്നത്. 10,000 വർഷങ്ങൾ കഴിയുമ്പോൾ ഈജിപ്തിലെ പിരമിഡുകൾ, ചൈനയിലെ വൻമതിൽ എന്നിവ പോലുള്ള ഏതാനും ശിലാനിർമ്മിതികളുടെ അവശിഷ്ടങ്ങൾ മാത്രമായിരിക്കും ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നുവെന്നതിന്റെ ഒരേയൊരു ഓർമ്മപ്പെടുത്തൽ.
മൗണ്ട് റഷ്മോർ നാഷണൽ മെമ്മോറിയൽ ദശലക്ഷക്കണക്കിന് വർഷങ്ങളോളം അതുപോലെ തന്നെ അവിടെ നിലനിൽക്കും. 50 ദശലക്ഷം വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ നാഗരികതയുടെ അവസാന അടയാളങ്ങളായിട്ട് പ്ലാസ്റ്റിക് കുപ്പികളും തകർന്ന ഗ്ലാസ് കഷ്ണങ്ങളും മാത്രമായിരിക്കും അവശേഷിക്കുന്നത്. വീണ്ടും ഒരു 50 ദശലക്ഷം വർഷം പിന്നിടുമ്പോൾ അവയും ഇല്ലാതാകും. നമ്മുടെ ഭൂമി ഈ കാണുന്നത് പോലെ വളരെ ശക്തിയാണ്. മാത്രമല്ല നമ്മുടെ എല്ലാ അവശിഷ്ടങ്ങളും നീക്കം ചെയ്യാൻ അതിന് കഴിയും. 300 ദശലക്ഷം വർഷങ്ങൾക്ക് ശേഷമോ പിന്നീട് എപ്പോഴെങ്കിലുമോ ഒരു പുതിയ സ്പീഷീസ് ഉണ്ടാകുകയാണെങ്കിൽ ഇങ്ങനെ ഒരു സിവിലൈസേഷൻ മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നതായിട്ട് അവർ ശ്രദ്ധിക്കാനിടയില്ല. നോക്കൂ, നമ്മുടെ ഭൂമിക്ക് നമ്മളില്ലാതെ നിലനിൽക്കാൻ ഉറപ്പായിട്ടും കഴിയും. എന്നാൽ ഭൂമിയില്ലാതെ നമുക്ക് ഒരു നിലനിൽപ്പില്ല. നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കൂ. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ നോളജ് ഹട്ട് മലയാളത്തിന്റെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വിജ്ഞാനപ്രദമായി എന്ന് പ്രതീക്ഷിക്കുന്നു. പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഇനിയും ഞങ്ങൾ ഇതുപോലെ കൗതുകമുണർത്തുന്നതും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതുമായിട്ടുള്ള വീഡിയോകളുമായിട്ട് തിരിച്ചു വരുന്നതായിരിക്കും. അതുവരെയും സ്റ്റേ ട്യൂൺ. നോളജ് ഹട്ട് മലയാളം. നിങ്ങൾക്ക് ഇത്തരം കണ്ടന്റുകൾ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കണ്ടാട്ടോ. കൂടാതെ പുതിയ വീഡിയോസിന്റെ അപ്ഡേറ്റ് ലഭിക്കുവാൻ ബെൽ ഐക്കൺ കൂടി അമർത്തുക. നന്ദി.